ഹലോ അസ്സലാമലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയുള്ളൂ. അതിനായിട്ട് ഞാനിതിന് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ അതെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്കിതിന് 4 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ അത് അവിടെ പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ലായിക്കാരം. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയോടുകൂടി വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് ഒരു 1/2 ലിറ്ററോളം പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി പാലിലോട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ഇതിൽ ഒരു 1/4 ഭാഗം തന്നെ ഉള്ളൂ കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഫ്രീസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെയും മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൂടി ഇങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ പോരൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് കേട്ടോ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതുപോലൊരു കണ്ടെയ്നറിലോട്ട് നമുക്കിതിന് ഈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം ആ സ്ക്വയറല്ല ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ആ ഫ്രൂട്ട്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കസ്റ്റർഡ് മിൽക്ക് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്, അതിനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഈ ഫ്രൂട്ട്സിലോട്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ കാണാൻ എന്ത് രസമല്ലേ, കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സലാഡൊക്കെ ഇതുപോലെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലോട്ടും കൂടി ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല തണുപ്പിച്ച് കുടിക്കാനും ടേസ്റ്റാണ്, തണുപ്പില്ലാതെ കുടിക്കാനും ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.